ബിഗ് ബോസിലെ ഡോക്ടറോട് നന്ദനിക്കൊരു ക്രഷ് എന്നും പറഞ്ഞിട്ടുള്ള കളിയാക്കലൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, സുന്ദരൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നന്ദനിക്ക് കാലുവേദനയാണ്, കാല് നന്നായിട്ട് വേദന എടുക്കണമെന്നൊക്കെ നന്ദന പറയുമായിരുന്നു. പിന്നെ നമ്മുടെ ജിൻഡോ കിടന്നുറങ്ങിയതിന് ജിൻഡോയ്ക്ക് എന്ത് ശിക്ഷ കൊടുക്കാമെന്നുള്ള ആലോചന അഭിഷേക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ലേലു വല്ലു സോറി എന്ന് എല്ലാവരോടും പോയിട്ട് പറയുക എന്നുള്ളതായിരുന്നു കേട്ടോ ആ ഒരു പണിഷ്മെൻറ്റ്. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്ന് ബെല്ല് അടി കേട്ടിട്ട് ഓടിപ്പോയി നന്ദന ചെന്നതാണ്. ക്യാപ്റ്റൻ ആണല്ലോ, അപ്പം അവിടെ ചേച്ചിയും അമ്മയും ആ ഒരു മൊമെൻ്റ് ഭയങ്കര ഹാപ്പിയായി. നന്ദന എക്സ്പെക്ട് ചെയ്തെങ്കിലും സ്റ്റോർ റൂം വഴി വരുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കോമണറായിട്ട് കയറിയ ആളാണല്ലോ നന്ദന. അപ്പോൾ ശരിക്കും ഒരു സാധാരണ അമ്മയും ചേച്ചിയും ആ വന്ന അധികം ഇങ്ങനത്തെ എന്താ പറയണ്ട മനസ്സിലായി എന്ന് വിചാരിക്കണം എല്ലാവർക്കും. അപ്പം അങ്ങനെ സാധാരണ ഒരു അമ്മയും ചേച്ചിയും വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അധികം പുറത്തൊന്നും പോയിട്ടുണ്ടായില്ലാത്തൊരമ്മയാണെന്നൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പം ആ ഒരു അമ്മയുടെയൊക്കെ സന്തോഷം കണ്ടപ്പം ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റും എന്ന് തോന്നി. പിന്നെ നന്ദനയെ എല്ലാവരും കളിയാക്കുമായിരുന്നു. സായിയും അഭിഷേകും നന്ദനയും നല്ല ഫ്രണ്ട്സാണല്ലോ, ആ ഫ്രണ്ട്ഷിപ്പ് നല്ല രസമുണ്ട്. അപ്പോൾ സായിയുടെ ഏതോ ഫ്രണ്ടിനെ നന്ദനേനെ കല്യാണം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. സായി ഒരു അനിയത്തിയെ പോലെയാണ് നന്ദനേനെ കാണുന്നത്. വലിയൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ബോണ്ട് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നന്ദനയുടെ ഫ്ലെക്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നന്ദനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതായത് നാട്ടിൽ നന്ദന ബിഗ് ബോസിൽ പോയതിൻ്റെ അഭിനന്ദനങ്ങൾ എന്നുള്ള ഒരു ഫ്ലെക്സ് ഉണ്ട് അത്ര. പിന്നെ എല്ലാവരും അമ്മ പറയണ ഭയങ്കര രസമുണ്ടായിരുന്നു. എല്ലാവരും ബിഗ് ബോസിൽ നന്ദനയുടെ അമ്മ പോണു എന്ന് പറയണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എവിടെ ഇരുന്ന ആളാണ് ഇവിടെ എത്തിയെന്നൊക്കെ നന്ദനയുടെ ചേച്ചിയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവരൊന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഇന്നലെ എന്തോ ജാസ്മിൻ്റെ വീട്ടുകാരെ കുറിച്ച് എന്തോ ജിൻഡോ പറഞ്ഞു എന്നുള്ള കാര്യം എടുത്തിട്ടിട്ട് ജിൻഡോനോടുള്ള വഴക്കായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ശരിക്കും ജാസ്മിൻ്റെ വീട്ടുകാർ ഇന്ന് വരുന്നു പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ആദ്യത്തെ ആ ബ്രോ ചങ്ക് എന്നുള്ള പാട്ട് കേട്ടപ്പോൾ ജാസ്മിൻ്റെ ഉമ്മയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോണ്ടന്റ് കിട്ടാത്തതുകൊണ്ട് ഉണ്ടാക്കിയ വഴക്ക് പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ നടന്ന സംഭവം ഇന്നലെ തീർക്കാതെ ഇന്ന് നന്ദനയുടെ അമ്മയൊക്കെ വരുന്ന സമയത്ത് ഇതെടുത്ത് ജാസ്മിൻ ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അർജുൻ്റെ അമ്മയോട് ജിൻഡോ പറഞ്ഞത്രേ വേറെ ചിലരുടെ അമ്മയുണ്ട് രാവിലെ തലയും മുണ്ടിട്ടുകൊണ്ടാണ് പോണതെന്ന്, നാണക്കേട് കൊണ്ടെന്നുള്ള രീതിക്കായിരിക്കും ഉദ്ദേശിച്ചത്. അത് അപ്സര കേട്ടിട്ട് ജാസ്മിനോട് പറഞ്ഞതാണെന്നാണ് പറഞ്ഞിട്ട് ഇന്ന് അടി ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ കാര്യം ഇന്നലെ തീർക്കായിരുന്നു തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് സമയമുണ്ടേ കാണട്ടോ. പിന്നെ എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു അവിടുത്തെ TV ഓണായിട്ട് കൺഫ്യൂഷൻ റൂമിലിരിക്കുന്ന ജിൻഡോയുടെ അച്ഛനെയും അമ്മേനെയും കാണിച്ചത്. ജിൻഡോയ്ക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ കൺഫ്യൂഷൻ റൂമിൽ അച്ഛനോടും അമ്മയോടും ബിഗ് ബോസ് നിങ്ങൾക്ക് സ്വാഗതം, ഇത് കാണാറുണ്ടോ, മകൻ്റെ കളിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ ബിഗ് ബോസ് ഒക്കെ ചോദിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു എൻട്രിയും കൺഫ്യൂഷൻ റൂം വഴിയിട്ടും ഒരാൾ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു അച്ഛൻ, ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അച്ഛൻ ആദ്യമായിട്ടാണ് ഹൗസിലോട്ട് വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഓടിപ്പോയിട്ട് മറ്റേ കൺഫ്യൂഷൻ റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് അങ്ങനെ അവരെ പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഓടി വന്ന് സ്വീകരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ജിൻഡോയുടെ അച്ഛനോടും അമ്മയോടും ലിവിംഗ് റൂമിൽ ഇരുന്ന് എല്ലാവരും സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ജിൻഡോനെ പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് അമ്മ പറഞ്ഞു, ആദ്യത്തെ ഡിവോഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ അൻസിബ ചോദിക്കുന്നുണ്ടായിരുന്നു, അമേരിക്കയിൽ ഒരു കുട്ടിയുടെ കാര്യം പറയാറുണ്ടല്ലോ ജിൻഡോ എന്ന്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ആ കുട്ടി അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ജിൻഡോയുടെ മുഖത്തൊരു നാണം കാണേണ്ടതായിരുന്നു. പാവൻ ചാൻമണിക്ക് എന്തെങ്കിലും ജിൻഡോനോടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്സരയുടെയും ശ്രീധുവിൻ്റെയും ഒക്കെ സീരിയൽ കാണാറുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ നൈസായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജിൻഡോട്, നീ ആദ്യം കളിച്ചുകൊണ്ടിരുന്ന പോലെ കളിച്ചാൽ മതി, ഒറ്റയ്ക്ക് കളിച്ചാൽ മതി, ഗ്രൂപ്പായിട്ട് കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഗ്രൂപ്പായിട്ട് കളിച്ചാലല്ലോ, ഒറ്റയ്ക്ക് കളിക്കുന്ന സ്ട്രാറ്റജിയാണ് ജിൻഡോയുടെ വർക്ക് ആകുന്നതെന്നൊരു സൂചന കൊടുത്തതുപോലെ തോന്നി. പിന്നെ അമ്മ പറയുന്നുണ്ട്, എല്ലാവരും ജയിക്കാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ ആരോടും വിദ്വേഷത്തിൻ്റെ ഒന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്നത് വർക്കൗട്ട് ആവേണ്ടൊന്ന് ജിൻഡോയ്ക്ക് ഒരു ക്ലൂ കിട്ടി. പിന്നെ സിഗരറ്റ് ആവും അകത്ത് ഇവിടെ വലിക്കണ പോലൊന്നും അവിടെ വലിച്ചിട്ടില്ല, ഒരു സിഗരറ്റേ ഞാൻ ആകെ വലിക്കണേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നന്ദനയുടെ അമ്മയോടും ചേച്ചിയോടും പറയുന്നുണ്ടായിരുന്നു, നന്ദന സായി ചേട്ടനെയാണ് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്, ജിൻഡോനോടും പോട്ടെ സിജോനോടും സായി ചേട്ടനോടും ഒരു പെങ്ങൾ പോലെ സ്നേഹം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി പറയുന്നുണ്ട്, ഇവിടെ അറ്റാച്ച്മെന്റ് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗെയിം അല്ലേ എന്നൊക്കെ. പിന്നെ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് ജിൻഡോയുടെ അച്ഛൻ ഓടേണ്ട കലാഭവമണിയുടെ പാട്ടൊക്കെ പാടിക്കൊടുത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആൾ പാടണ കേൾക്കാൻ വേണ്ടിയിട്ട്. റസ്മിനൊക്കെ ഏറ്റു പാടുന്നുണ്ടായിരുന്നു.
പിന്നെ ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് കിട്ടുന്ന ടാസ്ക് ആയിരുന്നു തലേണിയിൽ പഞ്ഞി നിറയ്ക്കുക എന്നുള്ളത്. അവിടെയും ഒരു വൻ അടി നടന്നായിരുന്നു. ജിൻഡോയും അപ്സരയുടെയും ടീമിന്റെ ജഡ്ജ് എന്ന് പറയുന്നത് സിജോയുടെയും അപ്സരയുടെയും ടീമിന്റെ ജഡ്ജ് എന്ന് പറയുന്നത് ജിൻഡോ ആയിരുന്നു. ജിൻഡോ ജഡ്ജായി പോയാൽ തന്നെ അവിടെ വഴക്കുണ്ടാവും എന്നറിയാം. അവരുണ്ടാക്കിയ തലോണകൾ സിജോയും അപ്സര ഉണ്ടാക്കിയത് കൊള്ളില്ല എന്നും പറഞ്ഞ് തല വെക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് വൻ അടിയായിരുന്നു. ആ ലൈവിൽ അടി നടന്നപ്പോൾ തന്നെ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. കണ്ടവരൊന്ന് പോയി കാണാത്തവരൊന്ന് പോയി കാണണേ. പിന്നെ ജിൻഡോയുടെ അച്ഛനും അമ്മയും ഇരുന്നുകൊണ്ട് മാത്രം പഞ്ഞി നിറയ്ക്കുന്ന ടാസ്കിനെ ചൊല്ലിയിട്ട് ജിൻഡോനാരും പഞ്ഞി കിട്ടിയില്ല. അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ജിൻഡോ രക്ഷപ്പെട്ടത്. അങ്ങനെ ഈ ഗെയിമിൽ ജയിച്ചത് പീപ്പിൾസ് ടീം, അൻസിബെ നോറയൊക്കെ ഉള്ള പീപ്പിൾസ് ടീമും അവർ ഈ ഗെയിമിൽ ടൈ ആയിരുന്നു. ഒപ്പം ഫസ്റ്റ് കിട്ടിയത് നെസ്റ്റ്, അർജുനും നമ്മുടെ ജാസ്മിനും ഒക്കെ ഉള്ള ഋഷിയൊക്കെ ഉള്ള ഈ ടീം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ തിരിച്ചുപോക്കായിരുന്നു ഫാമിലി വന്നതിൻ്റെ. അപ്പം നന്ദനയുടെ എക്സ്പ്രഷനൊക്കെ ഭയങ്കര ഓവറാന്നൊക്കെ ലൈവിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു. അത് ആ കുട്ടി അത്രയും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടല്ലേ എന്ന് ചിന്തിച്ചുകൂടെ എന്ന് എനിക്ക് തോന്നി കേട്ടോ. ആ കുട്ടി അമ്മയുടെ കൂടെയാണ് ഇത്ര കൊല്ലമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. പിന്നെ ജിൻഡോയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ചാണ് യാത്ര അയക്കുന്നത്, അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എപ്പിസോഡായിരുന്നു. ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഗും എന്ന് പറയാനൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല. പിന്നെ നടന്നത് അവർ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം മറ്റേ KP നമ്പൂതിരിസിൻ്റെ നല്ല പല്ല് തിരഞ്ഞെടുക്കുക എന്നുള്ള ടാസ്ക് ഇല്ലേ, അതിൽ ഈ തവണ കിട്ടിയത് ജാസ്മിനായിരുന്നു. ജാസ്മിൻ്റെ അർജുനെ നോക്കിക്കേ, ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ജാസ്മിനും അർജുനും ഒരേ ടീമിലായതുകൊണ്ട് ഒരുമിച്ചൊക്കെയാണ് ഇരിപ്പ്. ശ്രീധുവിൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ അധികം സംസാരിക്കുന്ന ഈ എപ്പിസോഡിൽ ലൈവും കണ്ടതേയില്ല. എനിക്ക് തോന്നുന്നു ശ്രീധുവിൻ്റെ അമ്മ വന്നതിൽ പിന്നെ ശ്രീധു മനഃപൂർവ്വം മാറി കൊടുക്കുന്നതാണ്. പക്ഷേ അർജുൻ അപ്പോൾ ജാസ്മിൻ്റെ കൂടെ, അപ്പോൾ ജാസ്മിനാണേലും ഗബ്രി ഇല്ലാത്തതിൻ്റെ സങ്കടമൊക്കെ ഇപ്പോൾ മാറുന്നുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് അർജുനുമായിട്ട്. അപ്പം മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത ഒരു എപ്പിസോഡായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുമ്മൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ എല്ലാ ദിവസവും റിവ്യൂവിന് വേണ്ടിയിട്ടും ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രം വർഷ വ്യൂ.